ദ താർ റോക്സ് എന്ന് പറഞ്ഞ SUV ലോഞ്ച് ആയിരിക്കുന്നതാണ്. നമ്മുടെ ഗ്രാൻഡ് ഹയത്ത് ബോൾഗാർഡിലാണ് ഇതിൻ്റെ ലോഞ്ചിങ് ഡേ വന്നത്. 125ഓളം വണ്ടികളാണ് ഇവിടെ വന്നത് കേട്ടോ. എക്സാക്ട് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം റൈഡാണെന്ന് തോന്നുന്നു. ഫ്ലാഗ് ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു റൈഡ് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ദ താർ റോക്സ് 5 ഡോർ ദ SUV ആണ് നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത്. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ വരുമ്പോഴത്തേക്കും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രിൽ വൈസ് നോക്കുവാണെങ്കിൽ ഗ്രില്ല് കുറച്ചും കൂടെ വൈഡായിട്ട്, പിന്നെ അതേപോലെ തന്നെ LED ഹെഡ് ലാമ്പ്സ് ആണ് വന്നത്. C-type DRLs കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോ വീൽസിലേക്ക് നോക്കുമ്പോഴത്തേക്കും എൻ്റെ ഡിഫറെൻ്റ് ആണ് പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്ക് വ്യൂ നോക്കാം. ഇതിൻ്റെ ബാക്ക് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ജീപ്പ് വ്രാംഗ്ലറിൻ്റെ ഒരു സിമിലാരിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചും കൂടെ പഴയ താറ് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബിഗ്ഗറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇന്ത്യൻ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വൈറ്റ് ഇൻ കളറാണ് എല്ലാത്തിലും വരുന്നത്. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് സൈഡും ഡോർ ഹാൻഡിൽ സൈഡ്സ് ഒക്കെ ഇതേപോലെ ലെതർ ടൈപ്പ് സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫാമിലിക്കും അതേപോലെ തന്നെ പ്രായമുള്ളവർക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് വൈസ് നോക്കുവാണെങ്കിൽ. പിന്നെ വൈഡ് ആയിട്ടുള്ള ഒരു സൺറൂഫാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻറ്റ് ഇപ്പോൾ ഇവിടെ ഉള്ളത് റെഡും, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്കും, പിന്നെ ഡാർക്ക് ബ്ലൂവും, പിന്നെ ഡാർക്ക് ഗ്രീനും, പിന്നെ ബ്രൗൺ കളറും ആണ് കേട്ടോ. പിന്നെ ഉള്ളത് വൈറ്റും ഗ്രേയും ആണുള്ളത്. പിന്നെ ഈ ഒരു സ്പോട്ടിൽ ഇവർ ഓഫ് റോഡ് എന്തോ ട്രയൽ ചെയ്യാനാണ് വന്നേക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക് വ്യൂ ഒന്നുകൂടെ കാണിക്കാം. ബാക്ക് വ്യൂ ഇതുണ്ടോ ഗൈസ്, ഫുള്ളും വൈഡായിട്ടുള്ള ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ശരിക്കും ജീപ്പ് വ്രാംഗ്ലറിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.